ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഡ്യൂറന്റ് കപ്പിലെ ആദ്യത്തെ 2 മത്സരങ്ങളും വിജയിക്കാൻ കരുത്തരായ മോഹൻ ബഗാന് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂന്നാമത്തെ മത്സരം നാളെയാണ് നടക്കുക. ഐ ലീഗ് ക്ലബ്ബായ ഡയമണ്ട് ഹാർബർ FC ആണ് മോഹൻ ബഗാന്റെ എതിരാളികൾ. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക് നടക്കുന്ന ഈ മത്സരത്തിൽ മോഹൻ ബഗാന് വിജയം അനിവാര്യമാണ്. കാരണം 1ാം സ്ഥാനം നേടിയാൽ മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ മോഹൻ ബഗാന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിജയം മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൂടുതൽ വിദേശ താരങ്ങളെ ഇപ്പോൾ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് സൂപ്പർ താരങ്ങളായ ദിമി പെട്രറ്റോസ്, ജേസൺ കമ്മിങ്സ്, ജാമി മക്ലാരൻ, ഈ 3 താരങ്ങളെയും മോഹൻ ബഗാൻ ഡ്യൂറന്റ് കപ്പിൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ താരങ്ങൾ എല്ലാവരും അടുത്ത മത്സരത്തിൽ കളിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ മറ്റു വിദേശ താരങ്ങളായ ടോം ആൽഡർഡനെയും അതുപോലെ തന്നെ ആൽബർട്ടോ റോഡ്രിഗസിനെയും മോഹൻ ബഗാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതോടുകൂടി 5 വിദേശ താരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ആ കിരീടം സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ് മോഹൻ ബഗാന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് എല്ലാ താരങ്ങളെയും ഇപ്പോൾ അവർ അണിനിരത്തുന്നത്. വിദേശ താരങ്ങൾ എല്ലാവരെയും ഉപയോഗപ്പെടുത്താൻ മോഹൻ ബഗാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റു ചില അപ്ഡേറ്റുകൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് മറ്റൊരു സൂപ്പർ താരമായ അപ്യുയ ഇപ്പോൾ പൂർണ്ണ ഫിറ്റ്നസ് കൈവരിച്ചിട്ടുണ്ട്. നാളത്തെ മത്സരത്തിന് അദ്ദേഹം റെഡി ആയിരിക്കും എന്ന കാര്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ കിയാൻ നസീരി ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. അദ്ദേഹത്തിന് ട്രെയിനിങ്ങിനിടയിലാണ് പരിക്കേറ്റത്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ നസീരി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫൻഡറായ ദീപേന്ദു ബിശ്വാസ് നാളത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല. കാരണം നിശ്ചിത എണ്ണം യെല്ലോ കാർഡുകൾ അദ്ദേഹത്തിന് ഡ്യൂറന്റ് കപ്പിൽ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ദീപേന്ദു ബിശ്വാസ് ഉണ്ടാവില്ല എന്ന കാര്യം കൂടി ഇപ്പോൾ റായ് സ്പോർട്സ് ബംഗ്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും അപ്ഡേറ്റുകളാണ് മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും നാളത്തെ മത്സരത്തിൽ ഒരു വിജയം തന്നെയാണ് മോഹൻ ബഗാൻ ലക്ഷ്യം വെക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.